അടിപൊളി സൂപ്പർ വലിയ വെരി ഇതുവരെ കാണാത്തൊരു മലയാള സിനിമ. അടിപൊളി മേക്കിംഗ് ആയിരുന്നു. എല്ലാവരും വലിയ ആവേശത്തിലാണ്. മേക്കിംഗ് അടക്കം ഗംഭീരമായ ഒരു സിനിമയാണെന്നാണ് പറയുന്നത്. ഇവിടെ വേറെ ലെവൽ പടം, ഐറ്റം വേറെ ഐറ്റം. ഇനി ഇതിന്റെ റെക്കോർഡ് ഇതുവരെ കാണാത്തൊരു മലയാള സിനിമയാണ്. പിന്നല്ലാതെ ഞാൻ ആദ്യം ഫസ്റ്റ് ഹാഫ് മൊത്തം ഇംഗ്ലീഷ് പടം പോലത്തെ ഇരുന്നു. ഫസ്റ്റ് ഹാഫ് ആണോ സെക്കൻഡ് ഹാഫ് ആണോ പിടിച്ചിരുന്നത്? രണ്ടും അങ്ങ് പിടിച്ചിരുത്തി നമ്മളങ്ങ് ഇരുത്തിക്കളഞ്ഞു. പൃഥ്വിരാജ്, ലാലേട്ടനും പൃഥ്വിരാജും കൂടി അങ്ങ് വന്നിട്ടുണ്ടല്ലോ, വേറെ ലെവലായി. കാണാത്തൊരു മേക്കിംഗ് ആണ്. പിന്നല്ലാതെ മലയാളത്തിൽ ഇനി വരൂല, ഇനി വരണമെങ്കിൽ തന്നെ എമ്പുരാൻ 3 വരണം ഇതിന്റെ റെക്കോർഡ് ഒട്ടിക്കാൻ വേണ്ടി. ഇതിങ്ങ് 1000 കോടി അങ്ങ് അടിച്ചു കയറും പടം, ഇജാതി പടം. ഇനിയില്ല മലയാളത്തിൽ ഇനി പടം. ഓക്കെ, അടിപൊളിയാ, മൊത്തത്തിൽ തൂക്കി അടിച്ചേക്ക്. സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ടിങ്ങിൽ ആയിരുന്നു ഒരു ഫൈറ്റിന് ഒരു രക്ഷയില്ല. തിയേറ്ററിൽ വെറുതെ ഇളകി മറിയണായിരുന്നു. നമ്മുടെ ആ പഴയ ലൂസിഫർ വേണ്ട, കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ ഒരു പ്രതീക്ഷ നമ്മ കളയരുത്. നല്ല പടം, സെക്കൻഡ് ഹാഫ് സൂപ്പർ ആയിട്ടുണ്ട്. നല്ലായിരുന്നു അടിപൊളിയായിരുന്നു. ഈ ഒരു പടത്തിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ എന്താണോ നമ്മൾ ആരാധകർ പ്രതീക്ഷ പറഞ്ഞാൽ അതിന്റെ നമുക്കൊരു ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഇതിൽ തന്നെയാണ് ആള് നമുക്ക് തന്നിട്ടുള്ളത്. കണ്ടു അടിപൊളി പടം. നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം. എക്സലന്റ് മേക്കിംഗ്. ഫസ്റ്റ് ഹാഫ് ഈസ് ഓൾ അബൌട്ട് ഇൻഡസ്ട്രി. നമ്മുടെ ഇൻഡസ്ട്രി എത്ര വലുതായെന്നുള്ള ഒരു നല്ല രീതിയിൽ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് നമുക്ക് വേണ്ട കുറച്ച് ലാലേട്ടൻ സ്റ്റഫ്. ബട്ട് എല്ലാത്തിലും മികവായിട്ട് തോന്നുന്ന രാജു ഹാസ് ഡിഡ് ഹിസ് ഹോംവർക്ക് വെരി വെൽ. പ്ലസ് നല്ല എക്സിക്യൂഷൻ ആയിരുന്നു. അവരെല്ലാരും ചേർന്നുള്ള ആ ഒരു ഇക്വേഷൻ വർക്കായിട്ടുണ്ട്.